ഇന്നത് ഇന്ന് സിറ്റിക്ക് പോകുകയാണ്. എന്തിന്? അതും കൂടി പറ. ഇന്ന് ക്രിസ്തുമസിന്റെ തലേദിവസമാണ്. അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ സിറ്റിക്ക് പോകുന്നു. എന്താ കരോളോ എന്തൊക്കെയോ ചെറിയ ചെറിയ പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കാണണം. പിന്നെ പള്ളിയിലൊന്ന് പോകണം. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ കോർത്തോണ്ട് പോവാണ്. അതെ. അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ചേട്ടായി കുളിക്കാൻ പോയൊക്കെ ചേട്ടായിയുടെ കുളിച്ച് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പോകും. അപ്പോൾ ബാലൻസ് ബാക്കി വിശേഷങ്ങളൊക്കെ സിറ്റി ചെന്ന് കാണാം. പോവാം കുറ്റാറ്റ് പോവാ. വ്ലോഗാണോ? പാർക്കുട്ടി എവിടെ പോണ? പാർക്കുട്ടി എവിടെ പോണ? എവിടെ എവിടെ? ഇവിടെ വാ, ഇങ്ങോട്ട് വാ. എവിടെയാ പോണേ ടാറ്റ? ഇങ്ങോട്ട് വാ. ലൈറ്റ് കാണാൻ പോണ? എവിടെ? എന്തുവാ? റെഡിയായോ? മതി മതി, വാ പോകാൻ. ഗൈസ് ഇവര് കാരണം ഞങ്ങൾ താമസിച്ചു ഗൈസ്. അതെ, ഞങ്ങൾ എപ്പോ വന്നാന്നറിയോ? കമോൺ കമോൺ. അപ്പൊ ഞങ്ങള് പോവാണ് ഗൈസ്. എല്ലാരും റെഡി. എല്ലാരും എന്തെന്ന് പോണോ? പാട്ട് പഠിക്കോ? ഓടിക്കാൻ ഈ വർഷം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ നഷ്ടം സമ്മാനിച്ചൊരു വർഷമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷൻസോ ഓണം സെലിബ്രേഷൻസോ ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കുകയോ സ്റ്റാർ തൂക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു സെലിബ്രേഷനും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല നമ്മൾ നോൺ വെജ് പോലും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു സെലിബ്രേഷനും വേണ്ട, നമ്മൾ എങ്ങും പോകുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ പിള്ളേർ സെറ്റിൻ്റെ ഒരൊറ്റ നിർബന്ധത്തിലാണ് കേട്ടോ നമ്മൾ പോയത്. കരോളൊക്കെ കാണാമെന്ന് ഓർത്തുകൊണ്ടാണ് പോയത്. പക്ഷേ അവിടെ അതില്ലായിരുന്നു. നമ്മൾ വരുന്നതിൻ്റെ തലേദിവസമായിരുന്നു. അതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ അവിടെ ചെറിയ ട്രീയും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ 10 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ മേടിച്ചു. പിന്നെ അത് കിട്ടിയതും ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ. ഭയങ്കര കോമഡി ആയിരുന്നു. നമുക്ക് മേല് തേച്ച് കഴുകുന്ന ഒരു സാധനം, വിംബാർ, പിന്നെന്തുവാ ബ്രഷ്, ടങ് ക്ലീനറൊക്കെ ആയിരുന്നു കിട്ടിയത്. പിള്ളേരത്ര ഹാപ്പി ഒന്നും ആയിരുന്നില്ല, കാരണം അവർ പ്രതീക്ഷ ഗിഫ്റ്റൊന്നും കിട്ടിയില്ല. പക്ഷെ നമ്മൾ അതൊരു കോമഡി ചില്ലായിട്ട് അങ്ങ് എടുത്തു. പിന്നെ വലിയ സെലിബ്രേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ വേറെ പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ച് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ പോന്നു. പിന്നെ പിള്ളേർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാവണമെന്നില്ലല്ലോ. അവർക്ക് ഓണം ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെലിബ്രേഷൻ ഡേ ആണല്ലോ. അപ്പോൾ പിള്ളേർ മൂടൗട്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. അത് ശരിയല്ല എന്നാണ് ഇതുണ്ടെങ്കിലും പിള്ളേരുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത്. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. വീട്ടിലൊരു സെലിബ്രേഷനും ഇല്ലല്ലോ. അപ്പോൾ അവർക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. ഞങ്ങളും അങ്ങനെ വിഷമിച്ചിരിക്കുന്നതിനോട് അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. പിള്ളേരെ ഒട്ടും വിഷമിപ്പിക്കുന്ന കാര്യം ഞങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവരെ വിഷമിപ്പിക്കാനും നമ്മൾ നിന്നില്ല. പിന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് മാറി വരുമല്ലോ. നമ്മുടെ നഷ്ടം നികത്താൻ പറ്റാത്തതാണ്. പക്ഷെ അതും വിചാരിച്ചുകൊണ്ട് നമുക്കൊരിക്കലും വിഷമിച്ച് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. നമ്മൾ സന്തോഷമായിട്ടിരിക്കുന്നതായിരിക്കും നമ്മളെ വിട്ടുപോയവർക്കും ഏറ്റവും അധികം സന്തോഷം. അങ്ങനെയാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ വിഷമിപ്പിക്കുന്നത് ഒട്ടും അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ തന്നെയല്ല പപ്പയുണ്ടായിരുന്നു. പപ്പയ്ക്കും നമ്മൾ വരുമ്പോഴാണല്ലോ ഒരു സന്തോഷമുള്ളൂ. അതുവരെ പപ്പ ഒറ്റയ്ക്കല്ലേ. അപ്പം പപ്പേനെ മാക്സിമം നമ്മൾ ഹാപ്പി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പപ്പേനെ നമ്മുടെ കൂടെ കൂട്ടി. അപ്പം പപ്പയ്ക്ക് നമ്മൾ നിൽക്കുമ്പോൾ ഉള്ളൊരു എൻജോയ്മെൻറ്റ് നമ്മളെല്ലാവരും പോയി കഴിയുമ്പോൾ ഉണ്ടാവില്ലല്ലോ. അപ്പം മാക്സിമം നമ്മൾ പപ്പേനെയും ഹാപ്പിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്.
ഞങ്ങൾക്ക് ഇത്ര കിട്ടി. ഇത് മേല് തേക്കുന്ന സാധനം, പിന്നെ ഒരു വിം സോപ്പ്. അല്ല വേണ്ട, നീ എടുക്കണല്ലേ? ഞാൻ എടുക്കുന്നില്ല, ആൾമാരെടുത്തോണ്ടിരിക്കുകയാണ്. പറിച്ച് രണ്ടെണ്ണം പറിച്ചതുകൊണ്ട് ഈ സാധനം കൊണ്ട് ഇത് വെച്ച് കഴുകാൻ. അപ്പൊ ഇതുള്ളൂട്ടിക്കും പാറുവിന് എന്നെ കിട്ടിയെന്ന് നോക്കാം. 10 രൂപ കൊടുത്തിട്ട് വേറെ ആഞ്ഞാഞ്ഞ് പൊട്ടിച്ചോ. ഇതളിന് എന്നിട്ട് ബ്രഷാണെന്നാ തോന്നുന്നത്. കാണിച്ചു നോക്കട്ടെ എന്നാന്ന്. എഴുതടി, ഇതിന് പേപ്പറുള്ള ഇത് ചീപ്പോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതളിന് കിട്ടിയതൊരു ബ്രഷാണ്. പാറുവിന് എന്നടി കിട്ടിയ അബി രണ്ടാമത് എടുത്തു. അബിക്ക് എന്നെ കിട്ടിയ ചീപ്പ്. എനിക്ക് പാറു അപ്പൂസ്. ഓ എന്റെ ഇതിന് മാത്രം പേപ്പർ എവിടെ നിന്ന് കിട്ടുന്നവർക്ക്? അതെ, ഇത് ചീറ്റിംഗ് ആ കേട്ടോ. കാരണം എത്രയോ വലിയ പേപ്പർ. 10 രൂപ മേടിച്ച അത് അത്ര വലിയ നാക്ക് പഠിക്ക്. പിന്നെ ഒരു മനോരമ പേപ്പർ മൊത്തം മടക്കി ഒരു നാക്കോടി വെച്ചേക്കുന്നേ. അപ്പൊ എല്ലാവർക്കും ട്രീ എടുത്ത് എല്ലാവർക്കും ഇതൊക്കെ കിട്ടി. നാക്കോടി എല്ലാം ഉപകാരമുണ്ട് അല്ലേ? അതെ, ഒരു പൈസ തരുവാടി. അങ്ങനെ നമ്മൾ ചമ്മി വന്നിരിക്കുകയാണ്. അതെ, അതും അത്ര ഉള്ളോ? അതും മൂഞ്ചിച്ചു. എന്തരോ പൊട്ടിക്കുന്നുണ്ട്. എന്നാന്നറിയത്തില്ല. ചീറ്റി പോയനേ അമ്മച്ചി. ചെറുതായിട്ട് പേടിച്ചു. അയ്യോ, വേറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൂസേ, എന്താണ് അപ്പൂ പറയാനുള്ളത്? കൊച്ചിന് എവിടെയെങ്കിലും മിഠായി. അപ്പൊ ഇതാണ് ഇവിടുത്തെ ക്രിസ്മസിന്റെ തലേന്നുള്ള. അപ്പൊ ഞങ്ങള് ക്രിസ്മസ് പരിപാടിക്ക് വന്നിട്ട് അബിക്കുട്ടനും അവരൊക്കെ ഇത് കൊണ്ടെടുത്ത് എന്തിന് ക്രിസ്മസ് ട്രീ അതിന് കിട്ടിയതാണ് മേല് തേച്ച് കുളിക്കുന്ന സാധനം. അബിക്ക് വിംബാർ. പാത്രമൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴിക്കോളാൻ അവർ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. പുറത്ത് വില 10 രൂപ. പിന്നെ ഒരു നാക്കുവാടി, പിന്നെ ഒരു ബ്രഷ് ഉണ്ട്. ബ്രഷ് അവളുടെ കയ്യിലാണ് കേട്ടോ. അപ്പം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയിരിക്കുകയാണ് ഗൈസ്. പെണ്ണെ എടി, എങ്ങനെയുണ്ട് ക്രിസ്മസ് പരിപാടി? സൂപ്പർ. നിനക്ക് എന്നാണ് ഗിഫ്റ്റ് കിട്ടിയേ? അവളുടെ ഗിഫ്റ്റ് അവള് കാണിച്ചു തരേ. അവൾ ഒരിക്കലും പല്ല് തേക്കാറില്ല എന്ന് അവർ മനസ്സിലാക്കേണ്ട അവർക്ക് അവൾ ബ്രഷ് കൊടുത്തിരിക്കുകയാണ് കേസ്. പിന്നെ ഒരു 10 രൂപയ്ക്കും കൂടി എടുക്കാമായിരുന്നു. ഒരു പേസ്റ്റ് കൂടെ കിട്ടിയായിരുന്നെങ്കിൽ ഒരു മാസത്തേക്കുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. കുഞ്ഞു മുട്ട കഴിക്കൂ, ഇല്ലെങ്കിൽ ലഡു ലിലേഫിയും കളിക്കൂ. അതിനോട്ടെ കൂടെ നോക്ക. അയ്യോ, വീഡിയോയാ.
അതിനാട്ടോ എനിക്ക് മുട്ടയില്ലേ? പ്രോഗ്രാമുകളൊക്കെ കണ്ടതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ മുട്ട കഴിക്കുകയാണ് കേസ്. മുട്ടയും ചായ. ഇനി പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, വീട്ടിൽ പോകണം. അല്ല ഇവിടെ ഒന്നുമില്ല. പള്ളി തുറന്നിട്ടില്ലെന്നോ തോന്നുന്നത്. ദൈവമേ, പള്ളി തുറന്നിട്ടില്ല കേസ്. പള്ളിയിൽ ആരുമില്ല കേസ്. പള്ളി അടച്ചിട്ടേക്കാണ്. പിന്നെ ഇതേ നേരെ കാണുന്ന വിളിച്ചാണ് നമ്മുടെ ശിവപാർവതി ക്ഷേത്രം. അതെ. എന്നതാ ആണോ? പറയടി, പറക്കി. ആണോ? പെട്ടിയിൽ കുറെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ട്രീ ഉണ്ട്. അതെ, സൈഡ് വഴി കയറായിരിക്കും. പൊട്ടി പള്ളിയുടെ അകത്ത് കയറത്തില്ല. സൈഡ് വഴി കയറായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ഒന്നുമില്ല കേസ്. ഫുൾ അടച്ചിട്ട് ഓടല്ലേ കയറാവോ? നാളെ മേടിക്കും. അപ്പോൾ ഇത്രയുള്ള ഗസ്റ്റ്, ഇതിൽ കൂടുതലൊന്നുമില്ല. അപ്പം ഞങ്ങളെല്ലാവരും തിരിച്ചു പോവാണ്. വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഈശ്വര. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ പ്രതീക്ഷ ഹൈപ്പിലൊന്നും ഇല്ലായിരുന്നു. ഒന്നും നിരാശരായി ഞങ്ങൾ തിരിച്ചു മടങ്ങിയാണ് ഗൈസ്. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നവരെ ടാറ്റാ.